വിടും. ഫോണിൻ്റെ അടുത്ത് കഴിക്കുക. ഒരു ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാറുണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ, 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ, അല്ല എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിങ്ങനെ എൻ്റെ ബാപ്പ എൻ്റെ അമ്മ പറഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ഞാൻ ടാണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഇത് ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. എനിക്കെന്താ ഞാനതാ കൊടുക്കുന്നുണ്ട്, ഇനി എന്താ വെച്ചാൽ കാട്ടിക്കോളൂ. ഓക്കെ, എൻ്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ വരുന്നതാണോ? എൻ്റെ ഞാൻ ആരെയിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും ഞാൻ അപ്പോൾ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോൾ സമാധാനമുണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യം. കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിയിലെ ഷഹലാഷറിൻ്റെ ഒളിച്ചോട്ടം സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വൻ ചർച്ചകൾ ഉണ്ടാക്കിയ വിഷയമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആ ഒളിച്ചോട്ടത്തിനെ വെല്ലുന്ന രീതിയിലുള്ള വേറൊരു അഭിഹിത കഥയുമായി സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യം കണ്ട വീഡിയോയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കരുതും അത് ഭാര്യയും ഭർത്താവുമാണെന്ന്. ഭാര്യയുടെ അഭിഹിതമാണ് ഭർത്താവ് കൈയോടെ പൊക്കിയത് എന്ന്. എന്നാൽ അതല്ല സത്യം. ആദ്യം കാണുന്ന ആർക്കും അങ്ങനെയേ തോന്നും. ഞാനും അങ്ങനെയാണ് കരുതിയത്. ആ വ്യക്തിയുടെ കാമുകയാണ് അത്. ഈ സ്ത്രീയുടെ ഇരിപ്പും മുഖഭാവവും ഒക്കെ കാണുമ്പോൾ നമ്മൾ കരുതും പാവമെന്നും. പക്ഷേ ഇവരുടെ കഥകൾ കേട്ട് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അവർ അത്ര പാവമൊന്നുമല്ലെന്നും പാവത്തരം അഭിനയിച്ചുകൊണ്ടിരിക്കുവാണെന്നും. ഈ സ്ത്രീ ഭർത്താവിനെയും 2 മക്കളെയും ഉപേക്ഷിച്ച് ഈ വീഡിയോയിൽ കാണുന്ന കാമുകൻ്റെ കൂടെ ജീവിക്കുമായിരുന്നു. അപ്പോഴാണ് അവൾ അവനെയും വെച്ചുകൊണ്ട് തന്നെ വേറെ ഒരുത്തൻ്റെ കൂടെ പോയത്. അവൻ്റെ കൂടെ ഹോട്ടൽ മുറികളിൽ പോവുകയും അഭിഹിതം നടത്തുകയും ചെയ്തു. അത് ഈ കാമുകൻ കൈയോടെ പിടികൂടി. അങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് നമ്മൾ കണ്ട ആ വീഡിയോ. കാണുമ്പോൾ തോന്നും സ്വന്തം ഭാര്യയുടെ അഭിഹിതം കൈയോടെ പൊക്കിയ ഭർത്താവ് ചോദ്യം ചെയ്യുവാണെന്ന്. സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് അവൻ്റെ കൂടെ വന്ന അവളെ എങ്ങനെ വിശ്വസിക്കും? അവന് തന്നെ അത് ചിന്തിച്ചുകൂടായോ? അവൻ കല്യാണം കഴിച്ചതല്ല എന്ന് പറയുന്നു. കാമുകനെ കണ്ടപ്പോൾ ഒളിച്ചോടി വന്നവളെ പോലെ ഉള്ളവളുമാർ അടുത്ത ആളിനെ കാണുമ്പോൾ അയാളുടെ കൂടെ പോകും. പണവും സുഖവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് പോകും. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വന്നവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവസാനം ഭർത്താവുമില്ല കാമുകനും ഇല്ലാതാവുമ്പോഴെങ്കിലും പാഠം പഠിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും ഉറപ്പ് പറയാൻ പറ്റില്ല. പ്രായത്തിൻ്റെ ചോരത്തിളപ്പും എല്ലാം തീർന്ന് പ്രായമായി ആർക്കും വേണ്ടാതെ ആവുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളും. സമൂഹത്തിൽ അവർക്ക് എന്തെങ്കിലും വില കാണുമോ? കാണത്തില്ല. ഇത്രയൊക്കെ അനുഭവങ്ങൾ കൺമുന്നിൽ കണ്ടാലും പിന്നെയും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ചാടാനുള്ളവർ ചാടിക്കൊണ്ടിരിക്കും. നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി കാണാം. സത്യം ഫോണിന്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആരെയാ പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണ്ട. ഓക്കെ, ഓനും വേണ്ട ഞാനും വേണ്ട. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 10-40-30 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചെലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ ഫസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കുന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ.
ഏത് ഈ അന്ന് പോയ ഓടിച്ചാണോ? പിന്നെ ഏതിൽ ഓടിച്ചു? ഏതിൽ ഓടിച്ചു പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, ഒരു കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടത് അങ്ങനെ അല്ല. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും എങ്ങനെയാന്ന് പോയിനാ? മിസ്സോ ഉറപ്പാണോ? എങ്ങനെയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ, മിഞ്ഞാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂര്. ഏതിലോടിച്ചു? അവൻ കൊണ്ടുപോയതാണ് എന്നെ. ഏതിലോടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? അവൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റൊക്കെ പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പൊ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലുന്ന കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 റുപ്യ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മള് ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു. കാല് പിടിച്ചാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പിടിക്കും. എന്നിട്ടും എൻ്റെ കൂട്ടാനിക്ക് വിളിച്ചും കണ്ട് എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ? അപ്പൊ ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണ്. എന്താണ് എന്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. എനിക്ക് എന്റെ പ്രശ്നം എന്താണ്? കാമാണോ? എന്റെ വീട്ടിൽ നിന്ന് കടിച്ചു പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്? എല്ലാം അറിഞ്ഞിട്ട് തന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പൊ എന്റെ പ്രശ്നം എന്താണ്? കാമോ? പറയാനുള്ള അവസരങ്ങളാണിത്. കൂടെ സെക്സ് ഇല്ലാന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. അതാണ് അതില് സെക്സും ഇതിനല്ലേ നമ്മള് പറയണ ബെഡിന്ന്. ഇത് പറയേ, ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എന്റെ ഏട്ടനിക്ക്, എന്റെ അമ്മക്ക്, എന്റെ കുട്ടിയുടെ കാണും. അന്ന് നീ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എന്റെ FB തന്നെ അത് പോസ്റ്റ്. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം രതീഷ. വേറെ ഓപ്ഷൻ ഇല്ല. അത് ജീപ്പിൽ ഇപ്പൊ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പൊ നോക്കും. പറയും അത് കൂടുതലുണ്ടെങ്കിലും ഫസ്റ്റിൽ പൈസ നീ തോന്നി നിനക്ക്? ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല? തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ? ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്ത ഉണ്ടാവോ? അയച്ചോട്ടെ, എവിഡൻസ് ആണിത്. ഉണ്ടാവോ? പറയും. ആ പാവത്തിൻ്റെ ഇരുത്തം കണ്ടോ? നമുക്ക് കഷ്ടം തോന്നും. മിണ്ട പൂച്ച കല ഉടയ്ക്കുമെന്ന് പറയുന്നത് എന്ത് സത്യമാ? ഇങ്ങനെയുള്ള ബിരുദന്മാരും ബിരുദികളുമുണ്ട്. ഇവരുടെയൊക്കെ വിചാരം ഈ സൗന്ദര്യവും പണവും എല്ലാ കാലവും ഉണ്ടാകുമെന്നാണ്. ഇതൊന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാകുമ്പോഴേക്കും ജീവിതം കൈവിട്ടു പോയിട്ടുണ്ടാകും. ഷഹലാഷറിൻ്റെയും അവസ്ഥ ഇപ്പോൾ അതല്ലേ? ഇപ്പോൾ ഭർത്താവുമില്ല, കാമുകനുമില്ല. കുറച്ച് ദിവസമേ കാമുകൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അയാൾ അവൾ കൊണ്ടുപോയ സ്വർണത്തിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കുമായിരുന്നു. അവസാനം എന്തായി? ആരുമില്ലാതെയായി. സമൂഹത്തിൻ്റെ മുമ്പിൽ കൊള്ളരുതാത്തവളുമായി. ഷഹലയുടെ ഭർത്താവ് എല്ലാം ക്ഷമിച്ച് അവളെ സ്വീകരിക്കാൻ തയ്യാറായാൽ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും? അവൾക്ക് സന്തോഷത്തോടെ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതാണ് കർമ്മ. അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പയ്യൻ്റെ വോയിസ് കേട്ടാൽ അറിയാം അവൻ അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്ന്. അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നും അതിനകത്ത് പറയുന്നുണ്ട്. അവൻ ഇത് ഒരു സെറ്റപ്പായിട്ട് വെച്ചിരിക്കുമായിരുന്നു.
ഇനി ഇവൾ ചാടിയില്ലായിരുന്നുവെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നോ എന്നറിയില്ല. ഒരാളുടെ ഭാര്യയെ ചാടിച്ചു കൊണ്ടുവരുമ്പോൾ ഇവനും മനസ്സിലാക്കണമായിരുന്നു, ഇവനെ കാണുമ്പോൾ ചാടി വന്ന ഇവൾ മറ്റൊരുവനെ കാണുമ്പോൾ ചാടിപ്പോകുമെന്ന്. അവൾക്ക് പക്ഷേ ഇങ്ങനെയൊന്നും പോകുന്നത് മോശമായിട്ടൊന്നും തോന്നുന്നില്ല. സംസാരിക്കുക, യാത്ര പോവുക, മുറിയെടുക്കുക, എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ അവൾക്ക്. ആ കൈകൂപ്പിയുള്ള ഇരിപ്പ് കാണുമ്പോൾ സഹതാപം ഒന്നും തോന്നേണ്ട കാര്യമില്ല. അവൾ അങ്ങനെയാണ്. ഇനി അടുത്ത ആൾ വരുമ്പോൾ അയാളുടെ കൂടെ പോകും, അത്രയേ ഉള്ളൂ. അവൻ്റെ ചോദ്യം ചെയ്യൽ കണ്ടാൽ തോന്നും അവനും ഭർത്താവാണെന്ന്. അങ്ങനെയൊന്നുമല്ല, കാമുകനാണ്. അവനൊരു തെളിവിന് വേണ്ടി എടുത്ത വീഡിയോ ആണിത്. എന്നിട്ടത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു എന്നേ ഉള്ളൂ. ഇതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടിയൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.